പ്രൈസലോട് അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിവിധ ടൈം സോണുകളിൽ ഇരുന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത് ദൈവം ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് വേണ്ടി എന്നെ ഇൻവൈറ്റ് ചെയ്ത പ്രിയ കർത്താവിന്റെ ദാസൻ ബിനു വർഗീസ് അവർകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ കർത്താവ് നൽകിയ നിയോഗം അനുസരിച്ച് ദർശനത്തിന് ഒത്തവണ്ണം ഇങ്ങനെ ഒരു കൂട്ടായ്മയായി ഫെലോഷിപ്പായി കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന അനുഗ്രഹമാണ്. എന്നെ ഈ ആമിപ്രിയ ദൈവത്തിന്റെ ദാസന് പരിചയപ്പെടുത്തിയ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസൻ സിബിൻ മാത്യു പാസ്റ്ററെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ ഈ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ശാമുൽ മത്തായി പാസ്റ്റർ ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനകത്ത് എനിക്ക് പരിചയമുള്ള ദൈവദാസന്മാർ വളരെ കുറവാണ്. അപ്പോൾ തന്നെ ആന്റണി ഫ്രാൻസിസ് പാസ്റ്റർ ഞാൻ ഇതിനകത്ത് കാണുന്നു. ഞങ്ങളുടെ ചർച്ചിൽ കഴിഞ്ഞ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയറിന് പ്രിയ കർത്താവിന്റെ ദാസനെ ഇൻവൈറ്റ് ചെയ്യുവാനിടെ അങ്ങനെ ഒരു കോൾ ചെയ്തുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ ദാസന് അവിടെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ, സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ എല്ലാവരെയും ഒരുപോലെ അറിയുന്ന സർവശക്തനായ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്കായിരിക്കും. കർത്താവിന്റെ ദാസനെ കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്ക് കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ വന്ദനത്തെ അറിയിക്കുകയാണ്. വേഗത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ ഇവിടെ പ്രഭാതം ആയിരിക്കും. നിങ്ങളുടെ അവിടെ ഈ മീറ്റിംഗ് ഇതിനകത്ത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകൾ ജോലി കഴിഞ്ഞ് ഈ സമയം വേർതിരിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് കൂടി ആയിരിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഇന്ന് ഈ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയോടെ ആയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടൊരു തിരുവെഴുത്താണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേർ ഇടയണം. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സക്കരിയാവിനോട് ദൈവം കൈമാറുന്ന ഒരു ദൈവശബ്ദമാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് ഈ സമയത്ത് ഇതിനകത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടിയിരിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ പ്രാർത്ഥിപ്പാനിടയാൽ ആ പ്രാർത്ഥനകളോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ദൈവശബ്ദമാണ്. പ്രാർത്ഥനകളുടെ മറുപടി സ്വർഗത്തിലെ ദൈവം അയക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ച ഒട്ടനവധി വിഷയങ്ങളുടെ മറുപടികൾ സ്വർഗത്തിലെ ദൈവം നൽകിയെങ്കിൽ ഇനിയും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന വിഷയം ഒരുപക്ഷെ സമയം വൈകിപ്പോയെന്ന് പറഞ്ഞാലും ഇനി നടക്കാൻ സാധ്യതകൾ ഇല്ല എന്ന് ലോകവും മനുഷ്യനും വിധി എഴുതിയാലും ഇന്ന് ഞാൻ ഈ സമയം ആമേൻ ആത്മനിറവിൽ വിളിച്ചു പറയാം, പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. തക്ക സമയത്ത് ആ ദൈവത്തിന്റെ മറുപടിയും ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനിടയാകും. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ തന്നെ അതിനകത്ത് ആ സന്ദേശം ഒരുപക്ഷെ ഒത്തിരി സന്ദേശങ്ങൾ ഒത്തിരി മെസ്സേജുകൾ കേട്ട അനുഭവമുള്ള ദൈവത്തിന്റെ ദാസന്മാർ പ്രസംഗിച്ച് ധാരാളം മെസ്സേജുകൾ പറഞ്ഞ ദൈവദാസന്മാർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കുക. ധാരാളം മെസ്സേജുകൾ കേട്ട ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. ഇന്ന് രാത്രി ഈ രാത്രി സമയം പ്രത്യേകമായ ചില നിയോഗങ്ങൾ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിലൂടെ കൈമാറുവാനിടയാകട്ടെ. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ ചിന്തയ്ക്കകത്ത് ഓടി വരുന്ന ചിന്ത ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളാണ്. സക്കരിയാവ് ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കേൾക്കുന്ന ദൈവശബ്ദമാണ് ഇന്ന് രാത്രി നാം വായിപ്പാനിടയായത്. 5-ാമത്തെ വാക്യം, യഹൂദയ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സക്കരിയാവ് എന്ന് പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹ്റോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിശബത്ത് എന്ന പേർ. അങ്ങനെ തുടങ്ങി ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ് വളരെ ക്രമമായിട്ട് സുവിശേഷം ഇങ്ങനെ ഈ സുവിശേഷ ഭാഗങ്ങൾ എഴുതുമ്പോൾ ആ പശ്ചാത്തലം
പറഞ്ഞുകൊണ്ട് മറ്റു സുവിശേഷങ്ങളിൽ കാണാത്ത ഒരു പശ്ചാത്തലം നമ്മൾ ഇവിടെ സ്തോത്രം വായിച്ച ഭാഗത്ത് പറഞ്ഞു പോകുകയാണ്. അബിയാക്കൂർ, സക്കരിയാവ് എന്ന് പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. എന്താണ് ഈ അബിയാക്കൂർ എന്ന് ഒരുപക്ഷെ അറിയാവുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഴമേറിയ അനുഭവമുള്ള ആളുകൾ ഇതിനകത്തുണ്ടാകും. എന്നിരുന്നാലും ഞാൻ ഇതിനകത്ത് ഒന്ന് രണ്ട് ചിന്തകൾ, ചരിത്ര ഭാഗം, ഒന്ന് രണ്ട് ഭാഗങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോകാം. ആ ദൂതിന്റെ ആഴം ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിനകത്ത് പതിയണമെങ്കിൽ എന്താണ് അബിയാക്കൂർ എന്നൊരു പക്ഷേ തിരുവഴുത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കുവാനിടയാകണം. സക്കരിയാവിന് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ രാജാവായ ദാവീദ് പുരോഹിതന്മാരെ 24 കൂറുകളായി വിഭജിപ്പാനിടയായി. സക്കരിയാവിന്റെ കാലഘട്ടത്തിന് 1000 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ ദാസനായ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വിളി കേട്ട ദാവീദ് ആ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി 24 കൂറുകളായി വിഭജിപ്പാനിടയായി. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടുത്തെ ചില ക്രമമായി ആ പേരുകൾ പറഞ്ഞിരിക്കുകയാണ്. ആ ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 24-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, 7-ാമത്തേത് ഹാക്കോസിനും 8-ാമത്തേത് അബിയാവിനും എന്ന് കാണുവാൻ കഴിയും. 8-ാമത്തെ കൂറിൻ പ്രകാരമാണ് അബിയാക്കൂർ അല്ലെ അബിയാവിന്റെ ആ നറുക്ക് വീണത് എന്ന് കാണുവാൻ കഴിയും. അപ്പോ ഈ 24 കൂറുകളിൽ ഒന്നിന്റെ ചുമതല അബിയാവിനായിരുന്നു. അതായത് ആ 8-ാമത്തെ അബിയാക്കൂറിന് ആയിരുന്നപ്പോൾ തന്നെ കാലങ്ങളായി ശുശ്രൂഷകൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ തലമുറകളായി പിതാക്കന്മാർ അടുത്ത ജനറേഷൻ ഈ ശുശ്രൂഷ, പുരോഹിത ശുശ്രൂഷ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ തിരുവഴുത്തിനകത്ത് നമ്മൾ വായിച്ചു, കാലഘട്ടം ഇങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഹേരോദാവിന്റെ കാലത്ത് സക്കരിയാവ് എന്ന് പറയുന്ന മനുഷ്യന് അവിടെ ആലയത്തിൽ പോയി പുരോഹിത ശുശ്രൂഷ ചെയ്യുവാനുള്ള നറുക്ക് വീഴുവാനിടയായി. ഇന്ന് രാത്രിയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനം, ഒരുപക്ഷെ ഇതിനകത്ത് പ്രായമുള്ള ഒത്തിരി ദൈവദാസിമാരും ഉണ്ടായിരിക്കാം, യൗവനക്കാരായിരിക്കുന്നവർ ഉണ്ടായിരിക്കാം. കാലഘട്ടം എന്നെ കർത്താവിന്റെ നാമത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവത്തെ സേവിച്ച് മുൻപോട്ട് പോകുന്ന ദൈവജനത്തോട് ഞാൻ ഇന്ന് രാത്രി പ്രാരംഭമായ ഒരു ദൈവിക സന്ദേശം കൈമാറാം. നിങ്ങളെ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. നമ്മെ അറിയുന്ന ഒരു കർത്താവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയുണ്ട്. ഇവിടെ സക്കരിയാവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യ എലിശബത്തിനെ കുറിച്ച് പറയുന്നത്, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. ഈ ഭവനത്തെ, ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ചില കുറവുകൾ അവിടെ ജീവിതത്തിനകത്ത് പറയുവാൻ കഴിയുമെങ്കിലും തലമുറ ഇല്ല എന്നൊരു കുറവ് അവിടെ ജീവിതത്തിനകത്ത് പറയുവാൻ കഴിയും. എങ്കിലും ദൈവത്തിന്റെ തിരുവെഴുത്ത് കർത്താവ് ഇങ്ങനെ അവരെ കുറിച്ച് സാക്ഷ്യം പ്രസ്താവിക്കുകയാണ്, അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവർ, നീതിയോടെ ജീവിച്ച ഒരു തലമുറ, നീതിയോടുകൂടെ കർത്താവിനെ സേവിച്ചു പോകുന്ന ഒരു തലമുറ, നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി അവർ ശുശ്രൂഷ ചെയ്തു പോന്നവരായിരുന്നു. ഇന്ന് രാത്രി ഞാൻ അതിനകത്തൊരു ദൈവിക സന്ദേശം കൈമാറാം. സ്തോത്രം. അവരുടെ ജീവിതത്തിനകത്ത് ചില ഇല്ലായ്മകൾ ഉണ്ടായിരുന്നിട്ടും അവർ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തിയില്ല, ദൈവത്തെ സേവിക്കുന്നതിന് കുറവ് വരുത്തിയില്ല. ശുശ്രൂഷ ചെയ്യുവാൻ നറുക്ക് വീണപ്പോൾ ആ ക്രമപ്രകാരം ആലയത്തിൽ പോയി പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ സക്കരിയാവ് കടന്നു പോകുവാനിടയായി. ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ പറയാം, ഒത്തിരി തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം മാറ്റിവെച്ചേച്ച് സമയം വേർതിരിച്ച് ഇങ്ങനെ ഈ മീറ്റിങ്ങിനകത്ത് കടന്നു വന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഞാൻ ഇന്ന് രാത്രി നിയോഗത്തോടെ പറയാം, സക്കരിയാവ് ആലയത്തിനകത്ത് ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്തോത്രം, ഒത്തിരി പുരോഹിതന്മാർ കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങൾ അല്ലെങ്കിൽ 1000-ഓളം വർഷത്തിന്റെ ചരിത്രം പിറകിലോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഒത്തിരി പുരോഹിതന്മാർ കൂറിന്റെ ക്രമപ്രകാരം അവർ അതിനകത്ത് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവരാരും കാണാത്തൊരു വെളിപ്പാട്, അവരാരും കേൾക്കാത്തൊരു ദൈവശബ്ദം സക്കറിയാവിന്റെ കർണപുടങ്ങൾ മുഴങ്ങി കേൾക്കുകയാണ്. ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി സക്കറിയാവിനോട് സംസാരിക്കുകയാണ്. സക്കറിയാവേ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. ഇതിനകത്ത് ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത് ഓരോ ബുധനാഴ്ച രാത്രികളിലും പ്രാർത്ഥനയോടെ ഇതിനകത്ത് കയറിയിരിക്കുമ്പോൾ, സമയം ലഭിക്കുമ്പോൾ, അതല്ലെങ്കിൽ മീറ്റിങ്ങുകൾ ഓരോ അവസരങ്ങൾ ലഭ്യമാകുമ്പോൾ, ആലയത്തിനകത്തളത്തിലും ഇങ്ങനെയുള്ള ഓൺലൈൻ മീഡിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനകത്തും പ്രാർത്ഥനയോട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവസന്നിധിയിലായിരിക്കും ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയാം. ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ ഇന്റർവെൻഷൻ, ദൈവത്തിന്റെ സന്ദർശനം നിന്നെ തേടി വരുന്ന ഒരു സമയമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ വിളിച്ചു പറയാം. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് സക്കറിയാവിന്റെ കർണപുടങ്ങൾ മുഴങ്ങിക്കേട്ട ദൈവശബ്ദം പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരോടോ ഒരു പ്രൊഫറ്റിക്കൽ വേർഡായി, ഒരു പ്രവചന ശബ്ദമായി ദൈവാത്മാവ് വിളിച്ചു പറയുക. കാലങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ഇനി ആ വിഷയത്തിനകത്ത് മറുപടി ഉണ്ടാകുമോ എന്ന് പോലും നീ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയത്തോടുള്ള ബന്ധത്തിൽ ശബരബല ഹദരബല വൈഡൽ പൗഡരബലകരഹസ്യ ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ആ വിഷയത്തിനകത്ത് ദൈവാത്മാവ് അയക്കാൻ പോകുന്നു എന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ആലോചന കൈമാറുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നോക്കണമേ, ഇവിടെ സക്കറിയാവും എലിസബത്തും വളരെ വയസ്സ് ചെന്നിട്ടും ദൈവത്തിനുള്ള ഭക്തിയെ അവർ വിട്ടുകളഞ്ഞില്ല. പ്രാർത്ഥന കുറഞ്ഞു പോയില്ല. ദൈവത്തിനുള്ള കൂട്ടായ്മ ബന്ധം കുറഞ്ഞു പോയില്ല. അവർ അതിൽ തുടരുവാനിടയായി. ഇന്ന് രാത്രി ഞാൻ പറയാം, ചില മറുപടികൾ വൈകുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രേഷ്ഠകരമായ മഹത്വകരമായ എന്തോ ദൈവത്തിന് ചെയ്യാനുണ്ട്. അതൊരു ഭയങ്കര സാക്ഷ്യമായി, ടെസ്റ്റിമണിയായി ദൈവത്തിന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ വിളിച്ചു പറയാം. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ കഴിഞ്ഞ വർഷം നടന്ന 40 days ഫാസ്റ്റിംഗ് പ്രയർ, ചർച്ചിനകത്ത് നടന്ന ഉപവാസ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഒരു ഫാമിലി കടന്നു വരും. അവർ ക്രിസ്ത്യൻസ് ആണ്. സ്തോത്രം. പ്രാർത്ഥനകൾക്ക് കടന്നു പോകുന്ന കുടുംബമാണ്. എന്നാൽ ആത്മാവിൽ സത്യത്തിലുമുള്ള ആരാധന അനുഭവത്തിനകത്ത് അവർ കയറി വന്നിട്ടില്ല. അവർ അങ്ങനെ വിശ്വാസത്തോടെ കയറി വന്നു. മാരേജ് കഴിഞ്ഞു 12 വർഷത്തോളമായി തലമുറകളില്ലാതെ ഭാരപ്പെടുകയാണ്. അപ്പോൾ തന്നെ അവർ സാധാരണപ്പെട്ട ആളുകളാണ്. എങ്കിലും അവർക്ക് ഒരു തലമുറ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ഒത്തിരി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത് IVF പോലെയുള്ള ചികിത്സകൾ അവർ ചെയ്യുവാനിടയായി. ഒരു പ്രാവശ്യം ചെയ്തു, അതിനകത്ത് നെഗറ്റീവായിരുന്നു ഫലം. അവർ കുഞ്ഞുങ്ങൾ ലഭ്യമായില്ല. രണ്ടാമത്തെ പ്രാവശ്യം അവർ ചെയ്തു. അത് കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഡോക്ടർ അവരെ വിളിച്ചു പറഞ്ഞു, ഇനി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കത്തില്ല, നിങ്ങൾക്ക് അതിനൊരു ഭാഗ്യം ഉണ്ടാകത്തില്ല എന്ന് പറയുവാനിടയായി. ലക്ഷക്കണക്കിന് രൂപ അവർ ചിലവഴിച്ചു. എല്ലാ സാധ്യതകളും അടഞ്ഞു, എല്ലാ വഴികളും അടഞ്ഞു. അവർ ട്രീറ്റ്മെന്റ് എടുത്തു, വർഷങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തു, നടന്നില്ല. അങ്ങനെ അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്നു, വിശ്വാസത്തോടെ കടന്നു വന്നു. ദൈവശബ്ദം അവരോട് ഇടപെടുവാനിടയായി. അവരോട് ആദ്യമായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവശബ്ദം കൈമാറുമ്പോൾ അവരെ അറിയുന്ന ആളുകളൊക്കെ ഇങ്ങനെ നോക്കുവാനിടയായി. ഇവർക്ക് ഇനി കുഞ്ഞുങ്ങൾ ലഭിക്കത്തില്ല എന്നതാണ് മെഡിക്കൽ സയൻസിന്റെ വിധിയെടുത്ത്. പക്ഷേ ആ പ്രിയപ്പെട്ടവർ വളരെ കണ്ണുനീരോട് ദൈവം പറഞ്ഞ ആലോചന ഏറ്റെടുത്ത് അവർ അങ്ങ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ സന്ദേശം എന്റെ ഹൃദയത്തിനകത്ത് നൽകി ഞാൻ ഇതിനകത്ത് കൈമാറുമ്പോൾ പ്രാരംഭമായി പ്രിയ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പറയുവാനിടയായി, ദൈവ ശബ്ദങ്ങൾക്ക് നമ്മൾ സ്തോത്രം വഴങ്ങുന്നവരായി തീരണം. ദൈവ ശബ്ദങ്ങൾക്ക് മറിയോട് ദൈവം സംസാരിച്ച
കാര്യങ്ങളൊക്കെ ദൈവദാസൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുവാനിടയായി. ആമേൻ. ദൈവ ശബ്ദങ്ങൾക്ക്, ദൈവത്തിന്റെ ആലോചനകൾക്ക് നമ്മൾ വിധേയപ്പെട്ടു കൊടുക്കുന്നവരായി തീരുന്നുവെങ്കിൽ ഞാൻ പറയാം, നമ്മൾ പോലും ചിന്തിക്കാത്ത നിലവാരത്തിൽ ദൈവപ്രവർത്തികളെ കർത്താവ് വെളിപ്പെടുത്തുവാനിടയാകും. ആ പ്രിയപ്പെട്ടവർ കടന്നു വന്നു, പ്രാർത്ഥിച്ചു. ആമേൻ. സ്തോത്രം. ആ പ്രാർത്ഥനകൾ കടന്നു വന്നു, സ്ഥിരമായവർ കടന്നു വരുവാൻ തുടങ്ങി. ദൈവം അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആമേ 2025 ആമേ 40 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് ഏപ്രിൽ മാസം നടന്ന ഞങ്ങളുടെ മീറ്റിംഗിനകത്ത് കേട്ട ദൈവ ശബ്ദത്തിന്റെ മറുപടി ഈ 2026 ഫെബ്രുവരി മാസത്തിൽ അവിടെ കരങ്ങളിൽ ആ കുഞ്ഞിനെ എടുത്ത് സ്തോത്രം ചെയ്യുവാൻ, ഈ കഴിഞ്ഞ നാളുകൾ ആലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ദൈവം കരുണ ചെയ്തു. ഞാൻ പറയട്ടെ, അത് ദേശത്തൊരു ഭയങ്കര സാക്ഷ്യമായി തീരുവാനിടയായി. ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ വിളിച്ചു പറയാം, ആമേൻ. ദൈവം ചില പ്രവർത്തികൾ ചെയ്യുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ആമേൻ, ദേശക്കാർ, ആമേൻ, ചാർച്ചക്കാർ, മറ്റുള്ളവർ അറിയും ഇത് ദൈവം ചെയ്ത ദൈവ പ്രവർത്തിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയും ഞാൻ നിയോഗത്തോടെ പറയാം, ആമേ, സക്കരിയാവിനോട് ഈ ദൂത് പറയുമ്പോൾ സക്കരിയാവ് ശുശ്രൂഷകൾ അവിടെ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ അന്നുവരെ സക്കരിയാവ് കേൾക്കാത്തൊരു ശബ്ദവും അന്നുവരെ കാണാത്തൊരു കാഴ്ചയും അവിടെ കാണുകയാണ്. ആമേ. സ്തോത്രം. ധൂപം കാട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ വചനം ഇങ്ങനെ വായിക്കുന്നു, സക്കരിയാവ് അകത്ത് ദൈവാലയത്തിനകത്ത് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേ. പുറത്ത് ജനം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. പക്ഷെ അകത്ത് സക്കരിയാവും ദൂതനുമായിട്ടൊരു കോൺവെർസേഷൻ നടക്കുകയാണ്, ഒരു സംഭാഷണം നടക്കുകയാണ്, ദൂതുകൾ കൈമാറുകയാണ്. ജനം ഇങ്ങനെ വളരെ നേരമായിട്ട് സക്കരിയാവിന് പുറത്തു വരുവാൻ കാണുന്നില്ല. ജനം ഇങ്ങനെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ കഴിയാതെ വല്ലാതെ ഭാരപ്പെട്ട് നിൽക്കുമ്പോഴും അകത്ത് സക്കരിയാവിനോട് ദൈവം സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്, ദൈവം ഇടപെട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ അതിനകത്തൊരു ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകാം. ആരോടാ ദൈവം സംസാരിക്കുന്നത്? ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിനകത്ത് കയറിയിരിക്കുന്നവരോട് ദൈവം സംസാരിപ്പാനിടയാകും, ദൈവം ഇടപെടുവാനിടയാകും. ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ പറയാം, പ്രാർത്ഥിക്കുവാൻ നിയോഗം ലഭിച്ച പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങൾ, മണിക്കൂറുകൾ വേർതിരിപ്പാൻ തയ്യാറാണെങ്കിൽ ദൈവം സംസാരിക്കുവാനിടയാകും. ഇന്ന് രാത്രി പ്രിയരെ, നമ്മെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളിലുണ്ട്, നമ്മിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യും ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി നാം തിരിച്ചറിയുവാനിടയാകണം. ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ കുറിച്ചും ഇതിനകത്തിരിക്കുന്ന സ്തോത്ര 80-ലധികം ആളുകൾ ഇതിനകത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടിയും ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഭയങ്കരമായ പദ്ധതികളുണ്ട്, ദൈവത്തിന് ഭയങ്കരമായ ഇടപെടലുകൾ ഓരോരുത്തരോടും ഇടപെടുവാൻ ഉണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുവാനിടയാകട്ടെ. ദൈവത്തിന്റെ പദ്ധതികൾ വ്യത്യസ്തമാണ്. ദൈവം ഓരോരുത്തരെ ഉപയോഗിക്കുന്നത് വ്യത്യസ്തമാകുന്ന തലങ്ങളിൽ, വ്യത്യസ്തമാകുന്ന നിലവാരങ്ങളിലാണ്. ഞാൻ ഇന്ന് രാത്രി പറയാം, ഈ കോവിഡ് കാലഘട്ടത്തിൽ പല ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയപ്പോൾ പല ദൈവസഭകളും അവർക്ക് മുന്നേറുവാൻ കഴിയാതെ വലിയ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം, ഈ കോവിഡ് കാലഘട്ടത്തിൽ ചില ദൈവദാസന്മാരും ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ അവർ പറയുവാനിടയായി, പാസ്റ്റർ, കോവിഡ് കാലഘട്ടത്തിലാണ് മുൻകാലങ്ങൾ ഉള്ളതിനേക്കാൾ ഒത്തിരി ആത്മീകമാകുന്ന വളർച്ചകൾ വെളിപ്പെടുവാനിടയായത്. ഹല്ലേലൂയ. ഓൺലൈൻ പ്ലാറ്റ്ഫോമിനകത്ത് പാടുന്ന അനേക പ്രിയപ്പെട്ടവർ, ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നവർ, വർഷിപ്പ് ലീഡ് ചെയ്യുന്നവർ, പ്രസംഗിക്കുന്നവർ, മധ്യസ്ഥതയണച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ അവർ അതിനകത്ത് എഴുന്നേറ്റു വരുവാനിടയായി. വെറുതെ വീട്ടിനകത്ത് അടങ്ങിയിരിപ്പാനിടയായില്ല. ലോക്ക്ഡൌണുകൾ സംഭവിച്ചു, ആലയത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടുന്നതിന് പരിമിതി ഉണ്ടായി. പക്ഷേ വീട്ടിനകത്ത്, ഭവനത്തിനകത്ത് അടങ്ങിയിരുന്നില്ല. അവർ പ്രാർത്ഥിക്കുവാൻ ജനം ഒരുമിച്ച് കൂടുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ പറയാം, സ്തോത്രം, ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ആ സമയത്ത് ഒരുപാട് ഫ്ലറിഷ് ചെയ്യുവാനിടയായി, ഒരുപാട് പുറത്തു വരുവാനിടയായി. ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം, ദൈവദാസൻ ഓർപ്പിച്ചല്ലോ, ഒരു പൈനിയർ വർക്ക് സ്തോത്രം
ദൈവസഭകൾ, മറ്റ് പെന്തിക്കോസ്ത് സ്തോത്ര സഭകൾ ഇല്ലാത്ത ഒരു വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയക്കകത്ത് കർത്താവിന്റെ വേല ഇങ്ങനെ ചെയ്തു വരികയാണ്. സ്തോത്രം. നമുക്കറിയാം, ഒരു പുതിയ പ്രവർത്തനമാകുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രവർത്തനങ്ങളും ഇല്ലാത്ത ഒരു ഏരിയയിൽ ചില ഇടങ്ങളിലൊക്കെ 4ഉം 5ഉം 6ഉം ഞങ്ങളുടെ ട്രിവാൻഡ്രം പട്ടണത്തിൽ തന്നെ ഒരു സ്ഥലത്ത് തന്നെ ഒരു 10-15 സഭകളുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഒത്തിരി വലിയ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ സഭകൾ ഇല്ലാത്ത ഒരു ഏരിയയിൽ ഒത്തിരി ക്രൈസിസിലൂടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. ഈ കോവിഡ് സമയത്ത്, ഞാനത് നേരത്തെ പറഞ്ഞത്, കോവിഡ് സമയത്ത് ദൈവം ഞങ്ങൾക്ക് അതുവരെ ഞങ്ങൾ 2 വർഷക്കാലം 2018 സമാരാധന സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ റെന്റഡ് ഹോളിൽ ആരാധനകൾ, വാടക ഹോളുകൾ ആരാധനകൾ ഇങ്ങനെ നടത്തി വന്നു. എന്നാൽ കോവിഡ് സമയത്ത് 21 ദൈവാത്മാവ് ഇടപെട്ടു, ദൈവശബ്ദം ഉണ്ടായി. ആലയം പണിയുവാനിടയാകണം. ഞാൻ പറയട്ടെ, എല്ലാ സാമ്പത്തിക മേഖലകളും നിലച്ചിരിക്കുമ്പോൾ സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തി എന്ന വണ്ണം 2020 പകുതി കഴിഞ്ഞപ്പോൾ പണി തുടങ്ങി. 21 മാർച്ച് മാസത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്വന്തമായ ഒരു ഇടം ദൈവം ഒരുക്കുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അതൊരു പാഴ്സനേജ് പോലെ ഒരു സാമാന്യ ഹോളും ആ നിലകളിൽ പണിയുവാനിടയായി. അവിടെ പുതിയ ആളുകൾ കടന്നു വരുവാനിടയായി, സ്ഥാനങ്ങൾ നടക്കുവാനിടയായി, ദൈവപ്രവൃത്തി ദേശത്ത് വെളിപ്പെടുവാനിടയായി. ഉപവാസങ്ങളും പ്രാർത്ഥനകളും കുറേശ്ശെ ആളുകൾ കൂടി വരാം എന്നുള്ള ഒരു ക്രമീകരണങ്ങൾ എത്തിയപ്പോൾ ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുവാൻ തുടങ്ങി. ഞാൻ അതിനകത്ത് ഒരു ചിന്ത പറയാം. ദൈവാത്മാവ് പിന്നെ ഇവിടെ ആ ഹോള് ഞങ്ങൾക്ക് നിറയുവാനിടയായി. അതിനോട് ചേർന്ന് ആലയം പണിയുവാനിടയാകണം. ഞങ്ങൾ പണിയുവാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് പണികൾക്ക് വേണ്ടി ആരംഭം കുറിക്കുവാനിടയായി. ഞങ്ങൾ അതിന്റെ ഫൗണ്ടേഷന്റെ ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി എതിർപ്പുകൾ ഉണ്ടാകുവാനിടയായി, ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടാകുവാനിടയായി. ഇവിടെ പണിയാൻ പറ്റത്തില്ല എന്ന ശക്തമായ എതിർപ്പുകൾ. സ്തോത്ര. ദേശത്തിൽ ഉന്നതരായിട്ടുള്ള വ്യക്തികൾ അങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാനിടയായി. ചിലർ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഹോള് പണി ചെയ്ത് കഴിഞ്ഞാൽ, ആലയം പണി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുവാൻ അനുവദിക്കത്തില്ല, ഞങ്ങൾ ഇവിടെ സമരം കിടക്കുമെന്നുള്ള റെസിഡൻസ് അസോസിയേഷൻകാരൊക്കെ അങ്ങനെ ശക്തമായ പ്രതിസന്ധികൾ ഉയർന്നു വരുവാനിടയായി. ഇതിന്റെ എല്ലാം പിറകിൽ പ്രാർത്ഥന ഒരു ഭാഗത്ത് ഉയരുവാനിടയായി. ഒരിക്കലും ഒരാളെന്നെ വിളിച്ച് ചോദിച്ചോ, നിങ്ങൾക്കിത് പണിയുവാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് ഇതിന് പെർമിഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എവിടെ നിന്നാണ് പെർമിഷൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മുകളിൽ നിന്നാണ് പെർമിഷൻ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പെർമിഷൻ ലഭിക്കുന്നത് ഉയരത്തിൽ ദൈവത്തിൽ നിന്നാണ്. സ്തോത്രം. ഞാൻ പറയട്ടെ, സ്തോത്രം, പണിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഇടത്ത് ദൈവം ചിലത് പണിയുവാനിടയായി. ഹല്ലേലൂയ. ഈ എതിർപ്പുകൾ വരാനുള്ള ഒരു റീസൺ കൂടെ ഞാൻ പറയാം. ഞങ്ങൾ ഇങ്ങനെ ഭവനത്തിനകത്ത് ഒരു 10-25-30ഓളം പേർ അന്നത്തെ 22 ഒരു 7 days ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അറ്റ് ദ സെയിം ടൈം അടുത്തുള്ള ക്ഷേത്രത്തിനകത്ത് അവിടെ ഈ പ്രാർത്ഥന ഇവിടെ നിന്ന് പൂട്ടിപ്പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരായിട്ട് സ്തോത്രം ചില പൂജകൾ അവിടെ നടക്കുകയാണ്. ഏകദേശം 2 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് ചില പൂജകൾ അവിടെ നടക്കുകയാണ്. സ്തോത്രം. ഞങ്ങൾ ഇവിടെ ഉപവാസവും പ്രാർത്ഥനയും നടക്കുന്നു, ആലയ പണിക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. 3 കുടുംബക്കാർ ചേർന്ന് ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് വിരോധമായി ഇങ്ങനെ കൂട്ടായ്മയ്ക്ക് വിരോധമായി പൂജകൾ നടക്കും. ഞങ്ങൾ ഇത് അറിയുന്നില്ല. ദൈവാത്മാവ് നിയോഗം നൽകി ഇന്ന ഡേറ്റ് ഉപവാസത്തിന് വേണ്ടി പ്രഖ്യാപിക്കണം. ഞങ്ങൾ ദൈവസഭയെ ഉപവാസം പ്രഖ്യാപിച്ചു, പ്രാർത്ഥിക്കുന്നു. അറ്റ് ദ സെയിം ടൈം അവിടെ അനുഭവം നടക്കുകയാണ്. സംഭവിച്ച കാര്യം, ഉപവാസ പ്രാർത്ഥന കഴിയുന്ന 7ാമത്തെ ദിവസം അന്ന് രാത്രിയിൽ ഒരു ദൈവപ്രവർത്തി ശക്തമായി 6ാമത്തെ ദിവസം രാത്രി ഒരു ദൈവപ്രവർത്തി വെളിപ്പെട്ടു. ശക്തമായ ആരാധന. രാത്രി മീറ്റിംഗ് ഞങ്ങൾ 8 മണി വരെ, ഇവിടെ നാട്ടിൽ ടൈം അനുസരിച്ച് 8 മണി വരെ നടത്താറുള്ളൂ. പരിമിതികൾ ഒരുപാടുള്ളത് കൊണ്ട്. പക്ഷേ 8:30 വെളിപ്പെട്ട ആരാധന അവസാനിച്ചിട്ടില്ല. 8:45 എങ്ങനെയൊക്കെ ആശീർവാദം പറഞ്ഞു ആരാധന വൈൻഡ് അപ്പ് ചെയ്തു. അന്ന് രാത്രി ഒരു സംഭവം ഉണ്ടായി. ഒരു 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കത്തക്ക നിലകളിൽ ചില ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കുവാനിടയായി. ആ അമ്പലത്തിൽ, ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന അവരുടെ
അവരുടെ ദൈവം അവിടെ നിന്ന് എഴുന്നേറ്റ് തമിഴ്നാട്ടിലേക്ക് പോകുവാനിടയായി. ഹല്ലേലൂയ. ഇതിങ്ങനെയുള്ള അനുഭവങ്ങൾ എൻ്റെ സ്തോത്രം ബൈബിൾ കോളേജ് പഠനകാലത്ത് ഒരുപാട് ദൈവദാസന്മാർ പ്രസംഗിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്റെ അനുഭവത്തിനകത്ത് ഈ ഒരു ക്രമീകരണം ഇത് ആദ്യമായിട്ട് ഞാൻ ഫേസ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് ഞങ്ങൾക്ക് വിരോധമായി നിന്ന ഒരു വ്യക്തിയെ ഒരു മാറാ രോഗമുണ്ടായി, സ്കിന്നിനകത്തൊരു പ്രശ്നമുണ്ടായിട്ട് ആഴ്ചകളും മാസങ്ങളും ചികിത്സിച്ചിട്ട് ഭേദമാകാതെ അവർ പല പൂജകൾ ചെയ്തു, പരിഹാരമില്ലാതെ ഞങ്ങളുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ആ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് അവരോട് സംസാരിച്ചു. അവർ വന്നിരുന്നപ്പോൾ തന്നെ സ്തോത്ര ദൈവശബ്ദം ഉണ്ടായി. ഇവരും കൂടെ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ ചില സുവിശേഷമൊക്കെ പറഞ്ഞ് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം എന്ന ആലോചന പ്രകാരം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ അവർക്ക് സൗഖ്യമുണ്ടായി. സംഭവിച്ച കാര്യം അവർ പറഞ്ഞു, പാസ്റ്ററെ, ഇങ്ങനെ ചില ക്രമീകരണങ്ങൾ ഈ കൂട്ടായ്മയ്ക്കെതിരെ, ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ദേശത്ത് ഉയരുവാനിടയായി. പക്ഷേ അവർ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ, സ്തോത്രം, എന്തുകൊണ്ട് അവരുടെ ദൈവം അവിടെ ഇരിക്കുന്നില്ല എന്ന് നോക്കിയപ്പോൾ, പ്രശ്നം വെച്ചപ്പോൾ അവിടെ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ദേശത്ത് തീയിറങ്ങി നിൽക്കുന്നു, എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയുന്നില്ല. ഞാൻ ഇന്ന് രാത്രി പറയാം, ചുരുക്കം ചില ദൈവമക്കൾ ഉപവസിപ്പാൻ പ്രാർത്ഥിപ്പാൻ ഒരു ദേശത്ത് ഒരുമിച്ച് കൂടിയപ്പോൾ ആ ദേശത്തിലെ അന്ധകാരങ്ങൾക്ക് അവിടെ ഇരുപ്പാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ വിളിച്ചു പറയാം, ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാർ, ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില ഭവനങ്ങൾക്കെതിരെ, ദൈവസഭകൾക്കെതിരെ, പ്രവർത്തനങ്ങൾക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ വെല്ലുവിളി ഉയർത്തുന്ന ചില അന്ധകാര ശക്തികൾ മുന്നോട്ട് വിടത്തില്ല എന്ന്, വളരുവാൻ അനുവദിക്കയില്ല എന്ന് വാദിക്കുന്ന ചില ശക്തികൾ ദേശം വിട്ട് പോകുന്നത് പോലെ, ആ ഭവനം വിട്ട് അഴിയുന്നത് പോലെ ചില ദൈവ പ്രവർത്തിയുടെ മണ്ഡലങ്ങൾ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുവാനിടയാകും. കർത്താവ് ഇന്നും അസാധാരണമാകുന്ന പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാ. ഞാൻ പറയട്ടെ, ഈ ആഭിചാരം കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും ദൈവജനത്തെ തകർക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഡയറക്റ്റ് അറ്റാക്കുകൾ കയറി വരുന്നത്, ആളുകളെ കൊണ്ട് ഭീഷണികൾ മുടക്കുവാനിടയായി. എങ്കിലും ഞാൻ പറയട്ടെ, സൻബല്ലത്തും തോബിയാവും ഒക്കെ ശക്തമായ ആലയത്തിന്റെ പണിക്കെതിരെ എഴുന്നേറ്റു വന്നപ്പോഴും നെഹമ്യാവ് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമുണ്ട്, ആ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, അവന്റെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് ആ മതിൽ പണിയുമെന്ന് പറഞ്ഞ് അവിടെ ചില പ്രവർത്തികൾ ചെയ്തതുപോലെ ദേശത്തിന് നടുവിൽ പണിതുയർത്തുവാൻ ദൈവം കൃപ ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. അസാധാരണമാകുന്ന ദൈവപ്രവർത്തികളും വിടുതലുകളും കർത്താവ് അയപ്പാനിടയായി. ഞാൻ ഇന്ന് രാത്രി പറയാം, ദൈവം പറയുന്ന ദൈവശബ്ദം ഞങ്ങളുടെ ഹോള് പണി കഴിയുമ്പോൾ അതിന്റെ ഒരു ഭാഗത്ത് 4/1 ഭാഗത്തിരിക്കത്തക്ക ആളുകളെ ആരംഭ സമയത്തുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഉപവാസങ്ങളും പ്രാർത്ഥനകളും നിരന്തരമായി 21, 40, 7, 14, 10 ദിവസങ്ങളൊക്കെ ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ ഇങ്ങനെ നടക്കുവാനിടയായി. വലിയ ദൈവപ്രവർത്തികൾ ദൈവദേശത്ത് വെളിപ്പെടുത്തുവാനിടയായി. മെഡിക്കൽ സയൻസ് കൈവിട്ട ഇനി എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഒത്തിരി അത്ഭുതങ്ങളെ ദൈവം ചെയ്തു. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ മനുഷ്യന് സ്തോത്രം, ആ മനുഷ്യന് വേണ്ടി ഭവനത്തിൽ കടന്നുപോയി പ്രാർത്ഥിക്കുക, ഒരു ഹൈന്ദവരാണ്, വിളിച്ചു കൊണ്ടുപോയി പ്രാർത്ഥിപ്പാനിടയായി. ആ പ്രാർത്ഥനയിൽ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ട്യൂബൊക്കെ ട്യൂബിനകത്തുകൂടെയാണ് അദ്ദേഹത്തിന് ആഹാരം ജ്യൂസായി അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഹോസ്പിറ്റലുകാർ പറഞ്ഞു, ഇദ്ദേഹത്തിന് ആക്സിഡന്റ് വന്ന് അദ്ദേഹത്തിന് 2-3 സർജറികൾ ചെയ്തു, ഇനി ചെയ്യാൻ പറ്റത്തില്ല, അദ്ദേഹം നടക്കത്തില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിട്ട മനുഷ്യനെ കർത്താവ് സ്പർശിക്കുവാനിടയായി. പാലിയേറ്റീവ് കെയറിലെ ആളുകൾ അടുത്ത മാസം വന്നപ്പോൾ ആ മനുഷ്യൽ കണ്ട അത്ഭുതം കണ്ടിട്ട് അവർ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കുവാൻ ഒരു ദൈവദാസനും കുടുംബവും വന്നു, യേശു ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയായി. അവർ ആലയത്തിൽ കടന്നു വരുവാനിടയായി. ദേശത്തൊരു ഭയങ്കര മിറക്കിളായി തീർന്നു. ഞാൻ പറയട്ടെ, 4/1 ഭാഗം മാത്രം ഇരിക്കുവാൻ ആളുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് സ്തോത്രം, കഴിഞ്ഞ 2025 ആയപ്പോ ഞങ്ങളുടെ ഹോള് നിറഞ്ഞിരുന്ന ദൈവത്തെ ആരാധിക്കത്തക്ക നിലകളിൽ ദൈവം ജനത്തെ കൊണ്ടുവരുവാനിടയായി.
സാക്ഷിയായി ഞാൻ ഇന്ന് രാത്രി ഇത് പറഞ്ഞത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആമേ സ്തോത്രം, നാളുകളായി പ്രാർത്ഥിച്ചു വന്ന പ്രാർത്ഥനകളുടെ മറുപടി ദൈവം ദേശത്തും ആലയത്തോടുള്ള ബന്ധത്തിലും കുടുംബങ്ങളോടുള്ള ബന്ധത്തിലും അയപ്പാൻ ദൈവത്തിന് കരുണ തോന്നിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ വിളിച്ചു പറയാം, ഇതിനകത്ത് ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുമായി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അവിടെ ജോലി സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മനിറവിൽ വിളിച്ചു പറയാം, ദൈവത്തിന്റെ വിടുതൽ കർത്താവ് തന്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തുവാനിടയാകും. ശബരബല ഹദരമന വൈഡരബലകരഗസിയ, തലമുറകളുടെ മുൻപോട്ടുള്ള ആമെ ഫ്യൂച്ചറിനെ ഓർത്ത്, ഭാവി ആമെ മണ്ഡലത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ആമെ സ്തോത്ര ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇങ്ങനെ ഇടപെടുകയാ. ദൈവം നിനക്ക് വേണ്ടി ആമെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള ആ നന്മ സമയമാകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി കൊണ്ടുവരുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂതി കൈമാറുകയാണ്. അടക റമന വൈശ റബൽ ഘടക ഹസ്തൽ ഘടക റബൽ ഘടക റമനഗരഗസിയ, തലമുറകളുടെ നന്മകൾ കാണത്തില്ല എന്ന് റബലക വെല്ലുവിളി ഉയർത്തുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ, അന്ധകാരത്തിന്റെ തേർവാഴ്ചകളെ ദൈവാത്മാവ് അഴിച്ചു മാറ്റിയിട്ട് കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്. ശബരബല ഹദരമനക വൈശരബലകരഗസിയ, ഇന്ന് രാത്രി ഞാൻ ആത്മനിറവിൽ വായിച്ച വചനത്തിന്റെ അകത്ത് നിന്ന് ഒരു ആലോചന കൈമാറാം. എന്തേ സക്കരിയാവേ, എലിസബത്തെ ദൈവഭക്തിയോടെ ജീവിച്ചിട്ട് ആമേ സ്തോത്രം വയസ്സ് ചെന്നിട്ട് തലമുറ ലഭിക്കാതെ ആമേ സ്തോത്രം ഹല്ലേലൂയ മുൻപോട്ട് കടന്നു പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് രാത്രി ഇതിനകത്തൊരു മർമ്മം വിളിച്ചു പറയാം. ആമൻ പിശാചിന് അറിയാം, പിശാചിന്റെ തലയെ തകർക്കുവാൻ ദൈവത്തിന്റെ നിർണയപ്രകാരം ആമൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ കർത്താവിന് വഴി ഒരുക്കുവാൻ ഒരുവൻ അതിന് മുൻപായി ഭൂമിയിൽ പൂജാതനാകേണ്ടതായിട്ടുണ്ട്. അത് വെളിപ്പെടാതിരിക്കാൻ പിശാച് പരമാവധി തടയുവാനിടയായി. എന്നാൽ ഇന്ന് രാത്രി ഒരു ദൂത് കൈമാറാം, എത്ര തടഞ്ഞാലും എത്ര ആമേ അതിനുവേണ്ടി ശ്രമിച്ചാലും സമയമാകുമ്പോൾ ആമേ സക്കരിയാവേ, എലിസബത്തിന്റെ ഉദരത്തിനകത്ത് നിന്ന് ഒരു യോഹന്നാനെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൂത് വിളിച്ചു പറയാം, അടുത്തൊരു ജനറേഷനെ പുറത്തു കൊണ്ടുവരാൻ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ, കർത്താവിലേക്ക് ചിലതിനെ തിരിക്കുന്ന ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവിന് ഭയങ്കര നിയോഗമുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് കൈമാറുകയാം. ഇതിനകത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന തന്റെ ജനത്തോട് ഞാൻ ദൂത് കൈമാറാം, അടുത്തൊരു തലമുറയെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവരാൻ ആത്മമണ്ഡലത്തിൽ പാപത്തിലേക്ക് വഴുതി പോകുന്ന ഒരു കൂട്ടത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, പാപത്തിലേക്ക് വഴുതി പോകുന്ന ഒരു കൂട്ടത്തെ മാനസാന്തരത്തിലേക്ക് തിരിക്കാൻ, ദൈവകൃപയിലേക്ക് തിരിക്കുവാൻ അധികാരത്തോടെയും അഭിഷേകത്തോടെയും വെളിപ്പാടോടെയും ഒരു തലമുറയെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് കൈമാറുകയാണ്. ശബരബല ഹദരമനഗരഗസിയ അർത്ഥൽ പൗഡരബലഗരഗസിയ വൈശൽ പൗഡരബലഗടഗരഗ ദുരബലഗടഗരഗസിയ ഓറബ ശന്തൽ പൗഡരബലഗരഗസിയ. ഇന്ന് രാത്രി ആമ കേട്ട ദൈവശബ്ദം ഒന്ന് വിശ്വസിപ്പാൻ തയ്യാറാകും. ഒരുപക്ഷെ നീ കേട്ട ദൈവശബ്ദം ആമ അതിന് ഒരുപാട് പഴക്കമുണ്ടായിരിക്കാം. 15 വർഷമായിരിക്കാം നീ കേട്ടിട്ട്, 20 വർഷമായിരിക്കാം നീ കേട്ട ദൈവശബ്ദം ഇതുവരെ നിറവേറിയിട്ടില്ലായിരിക്കാം. ചിലതൊക്കെ നിറവേറി പാസ്റ്റേ, ചിലതൊക്കെ എന്റെ ലൈഫിനകത്ത് നടന്നു, ചിലതൊക്കെ ദൈവം പറഞ്ഞത് ആക്യുറേറ്റ് ആയിട്ട് സംഭവിച്ചു. എന്നാൽ ചിലത് ഞാൻ കണ്ട, ദൈവം എന്നെ വ്യക്തമായി കാണിച്ച ചില കാഴ്ചപ്പാടുകൾ, ദൈവം എനിക്ക് നൽകിയ ചില സ്വപ്നങ്ങൾ, ദൈവ വചനത്തിലൂടെ എന്നോട് സംസാരിച്ച ചില ദൈവശബ്ദങ്ങൾ ഇനിയും നിറവേറുവാൻ ചിലതുണ്ട്. ഇന്ന് രാത്രി ആത്മാവ് പറയുകയാണ്, നീ അവിശ്വസിക്കാതെ വിശ്വസിക്കുക. ഇവിടെ സക്കരിയാവിനോട് ദൈവം സംസാരിക്കുമ്പോൾ, ഗബ്രിയേൽ സംസാരിക്കുമ്പോൾ ആമേൻ ആ ശബ്ദം കേട്ടിട്ട് പ്രാരംഭത്തിന്റെ സക്കരിയാവിന് വിശ്വസിപ്പാൻ
പ്രവർത്തിപ്പാൻ കഴിഞ്ഞില്ല. സെഖര്യാവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ ലൈഫിനകത്തും നമ്മൾ ദൈവസന്നിധി ശുശ്രൂഷകൾ ചെയ്ത് മുൻപോട്ട് പോകുമ്പോഴും ചില ദൈവശബ്ദങ്ങൾ 10, 20, 30 വർഷങ്ങൾക്ക് മുൻപ് കേട്ട ചില ദൈവശബ്ദങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തട്ടി ഉണർത്തുകയാണ്. ഈ 2026 ആരംഭ ദിവസങ്ങളിലും ആരംഭ ആഴ്ചകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് നിന്റെ കുടുംബത്തോട് തലമുറകളോട് പറഞ്ഞ ചില ദൈവശബ്ദങ്ങൾ, ദൈവത്തിന്റെ ആലോചനകൾ ഇതെങ്ങനെ നിറവേറുമെന്ന് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രി ദൈവാത്മാവ് അടിവരയിട്ട് ആവർത്തിച്ച് പറയുകയാണ്, ബുദ്ധി കൊണ്ടല്ല ദൈവം ചിലത് പ്രവർത്തിപ്പാൻ ഇടയാകുന്നത്. മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറമായി പ്രവർത്തിപ്പാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറുകയാണ്. ശബരമല ഹദരമനഗരഗസ്യ ദൈവ സെഖര്യാവിനോട് പറഞ്ഞ ദൈവശബ്ദം അത് കൃത്യമായി നിറവേറുവാനിടയായി. 57-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സ്തോത്രം 24 ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിശബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യന്റെ ഇടയിൽ എനിക്കുണ്ടായിരുന്നു നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 5 മാസം ഒളിച്ചു പാർത്തു. 54-ാമത്തെ 55 മുതലുള്ള 56 മുതലുള്ള വാക്യം, മറിയ ഏകദേശം 3 മാസം അവളോട് കൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എലിസബത്തിന് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോട് കൂടെ സന്തോഷിച്ചു. ഹല്ലേലൂയ. നോക്കണമേ, ദൈവം പറഞ്ഞ ദൈവ ശബ്ദം അത് കൃത്യം സമയത്ത് ദൈവം നിറവേറ്റുവാനിടയായി, ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനിടയായി. അബ്രഹാമിനോട് സാറയോട് ദൈവം ഇടപെട്ടു. അടുത്ത ആണ്ടിൽ നീ ഒരു മകനെ അണച്ചുകൊള്ളുമെന്ന് സാറയോട് ദൈവം സംസാരിക്കുമ്പോൾ, ദൂതൻ സംസാരിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിപ്പാനിടയായി. ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ പ്രാരംഭത്തിൽ കേട്ടതുപോലെ മറിയോട് ദൂതൻ വന്ന് സംസാരിക്കുകയാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞ അനന്തരം മറിയോട് ദൈവം സംസാരിക്കുമ്പോൾ മറിയ അതിനുവേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുപ്പാനിടയായി. ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ ദൈവശബ്ദത്തിന് കാതോർത്തുകൊണ്ട്, കർത്താവെ, എന്റെ ഇഷ്ടങ്ങളെക്കാൾ എന്റെ പ്ലാനുകളെക്കാൾ ഇന്ന് രാത്രി നമ്മൾ ഇതിനകത്തായിരിക്കുമ്പോൾ നമുക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്, നമുക്കൊരുപാട് പ്ലാനുകളുണ്ട്. ചില മാസ്റ്റർ പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി ഇടപെടുകയാണ്. നീ തയ്യാറാക്കി വച്ചിരിക്കുന്ന പ്ലാനിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ട്. യെശയ്യാ പ്രവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് നിങ്ങളെ കുറിച്ചൊരു ഭയങ്കര വിചാരമുണ്ട്. എനിക്ക് നിങ്ങളെ കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ഈ ദിവസങ്ങൾ ആ ദൈവ പദ്ധതിക്ക് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുവാൻ, ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ സ്തോത്രം, ചില പ്രതിസന്ധികൾ നമ്മുടെ ലൈഫിനകത്ത് കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇനി എങ്ങനെ മുൻപോട്ട് പോകും. ഹല്ലേലൂയ. ഞാൻ പറയാം, ഈ ദൈവപ്രവൃത്തി ഒരു മനുഷ്യന്റെ മേൽ ഉണ്ടെങ്കിൽ അതിന് വിരോധമായി വെല്ലുവിളികളും എഴുന്നേൽപ്പാനിടയാകും. ഹല്ലേലൂയ. അത് നടക്കാതിരിക്കാൻ സ്തോത്രം, ഞാൻ ഇങ്ങനെ പറയാം, സ്തോത്രം, നമ്മൾ കേൾക്കുന്ന ഒരു ചൊല്ലിങ്ങനെയാണ്, ബലമുള്ള മാവിന് നേരെ ഏറുണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രയോജനപ്പെടുമെന്ന് സ്തോത്രം പിശാച് മനസ്സിലാക്കിയാൽ പിശാച് അവന്റെ പദ്ധതികളുമായി നമ്മുടെ അരികിൽ എഴുന്നേറ്റു വരുവാനിടയാകും. നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിന് വേണ്ടി ഒന്ന് ഫലം കായ്ക്കണമെന്ന് ആഗ്രഹത്തോടെ പ്രയോജനപ്പെടാൻ തുടങ്ങിയാൽ പൈശാചിക മണ്ഡലങ്ങൾ മിണ്ടാതെ ഇരിക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, അതിന്റെ മേൽ ജയം തരുവാൻ കഴിവുള്ള ഒരു ദൈവം, പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുമ്പോഴും അതിന്റെ മേൽ ജയം നൽകുന്ന ഒരു ദൈവത്തിന്റെ കരം
ഭാരമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ആധൈര്യപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ദൈവം ഏൽപ്പിച്ച ദൗത്യം നിറപടിയായി ചെയ്ത് മുൻപോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ കർത്താവിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തുവാനിടയാകും. ഹല്ലേലൂയ. സമയമാകുമ്പോൾ ദൈവം പുറത്തു കൊണ്ടുവരുവാനിടയാകും. ഒരു പക്ഷേ നമ്മുടെ എല്ലാ വഴികളും ഇങ്ങനെ അടഞ്ഞതുപോലെ ചില ആളുകളൊക്കെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതുപോലെ, ഒരു പുതിയ അഡ്മിഷന് വേണ്ടി കുഞ്ഞുങ്ങളൊക്കെ ശ്രമിച്ചിട്ട് അതൊന്നും നടക്കാത്തതുപോലെ, ചില സാമ്പത്തിക വിഷയത്തിനകത്ത് എത്ര കാര്യങ്ങളൊക്കെ സെറ്റിലാക്കാൻ നോക്കിയിട്ട് അതും നടക്കാത്തതുപോലെ മുൻപോട്ട് പോകുമ്പോഴും ഇന്ന് രാത്രി ഞാൻ പറയാം, അതിനകത്തൊരു ദൈവ പ്രവർത്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, സ്തോത്രം, ഞാൻ അനുഭവങ്ങൾ കൂടെ ഷെയർ ചെയ്യുന്നത് സ്തോത്രം ഒരു വിശ്വാസത്തിന്റെ വർധനവിന് കാരണമായി തീരും. ഞങ്ങളുടെ ചർച്ച ഇങ്ങനെ ആളുകൾ വരുവാൻ തുടങ്ങി, ദേശത്ത് ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ തുടങ്ങി, അതിങ്ങനെ വളരുവാൻ തുടങ്ങി. അപ്പോൾ തന്നെ സ്തോത്രം ഒരു സമയത്ത് ഇങ്ങനെ ആളുകൾ അടങ്ങിയിരിക്കും, പിന്നെയും അവരിങ്ങനെ തല ഉയർത്തും. സ്തോത്രം ഭീഷണികളുടെ സ്വരങ്ങൾ മാറി പോലീസ് സ്റ്റേഷനുകൾ കേസുകൾ കൊടുക്കുവാനുണ്ട്. ഇവിടെ ഭയങ്കരമായ ശബ്ദമാണ്. സ്തോത്രം ആളുകൾ ഭയങ്കരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രതിസന്ധികൾ ചില ആളുകൾ ഉണ്ടാക്കുവാനിടയായി. സ്തോത്രം. എന്നാൽ അതിന്റെ എല്ലാം നടുവിൽ ചർച്ച് അവർ അടച്ചു പൂട്ടേണ്ടതിന് വേണ്ടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനിടയായി. ഞാൻ ഇന്ന് രാത്രി പറയാം, ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാം, അടച്ചു പൂട്ടി എന്ന നിലയിൽ ദേശത്ത് അവർ പറഞ്ഞു പരത്തുവാനിടയായി. പക്ഷേ ദൈവം അടച്ചു പൂട്ടുവാൻ അനുവദിച്ചില്ല. സ്തോത്രം. അതിന്റെ പണികൾ ഇങ്ങനെ തീരാതെ ജസ്റ്റ് ഒരു ഹോളായിട്ട് മാത്രം കിടക്കുകയായിരുന്നു. ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനകൾ ഉയർന്നപ്പോൾ സംഭവിച്ച കാര്യം, ആ ഹോള് സൗണ്ട് പ്രൂഫ് ചെയ്ത് വിത്ത് AC ആക്കത്തക്ക നിലയിൽ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടുത്തുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവപ്രവർത്തി വെളിപ്പെട്ട് കഴിഞ്ഞു. പിന്നെയും ആളുകൾ വന്നപ്പോ അവർ പിന്നെയും പറയുന്നു പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അടുത്ത് വീണ്ടും ഓരോ വർഷം അടുത്ത ഒരു റേഞ്ചിലേക്ക് ദൈവസഭ കാലെടുത്ത് വയ്ക്കുമ്പോൾ സ്തോത്ര പ്രശ്നങ്ങളുണ്ട്. ഈ 2026 ഞാൻ 21 days ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ്. ഞങ്ങളുടെ സൗണ്ട് പ്രൂഫായിട്ട് ആരാധിക്കുമ്പോഴും ഇവർ കൊണ്ടുവന്ന് സ്തോത്ര പരാതികളോട് ഭയങ്കര സൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അറിയാതെ, ഞാൻ ഫുൾ കൺസീൽഡ് ആയതുകൊണ്ട് പുറത്ത് ആര് വരുന്നോന്ന് അറിയാൻ ഇപ്പൊ കഴിയുന്ന ആ സമയങ്ങൾ കഴിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഇപ്പൊ ട്രാൻസ്പെറന്റ് ഗ്ലാസ് ആക്കി. അപ്പോ പോലീസ് വണ്ടി വന്നു കിടക്കാൻ ഇവർ മുകളിലൊക്കെ ഭയങ്കര പ്രഷർ ചെലുത്തി. പോലീസ് വണ്ടി വന്നു കിടന്നിട്ട് സ്തോത്രം അവർക്ക് ഇവിടുത്തെ സൗണ്ട് ഒന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ ഞങ്ങളെ വിളിച്ചു, പാസ്റ്റർ ഇവിടെ സൗണ്ട് ഒന്നും പ്രശ്നമല്ല, നിങ്ങൾ ഇങ്ങനെ ഇതെല്ലാം AC ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്തു പോവുകയാണല്ലോ. പിന്നെ അപ്പോ പോലീസുകാർക്ക് മനസ്സിലായി ഇവർ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവർ അടുത്ത് പേപ്പർ കൊടുത്തത്, ഞങ്ങളുടെ റോഡിൽ കൂടെ, ഞങ്ങളുടെ ബൈ റോഡാണ്, പഞ്ചായത്ത് റോഡ് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രിയും പകലും എപ്പോഴും വാഹനങ്ങൾ പോകുന്നു, ഞങ്ങളുടെ പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കുന്ന സ്ഥലമാണ്. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ പറഞ്ഞു, ഇത് റോഡാണ്, റോഡ് പിള്ളേർക്ക് കളിക്കാനുള്ളതല്ല, അത് വണ്ടികൾക്ക് വാഹനങ്ങൾക്ക് പോകാനുള്ളതാണ്. ഞാൻ പറയട്ടെ, നമ്മൾ എത്ര കാര്യങ്ങൾ ക്രമീകരിച്ച് പോയാൽ ചില സമയത്ത് ചില ആളുകളൊക്കെ ഇങ്ങനെ പ്രശ്നവുമായിട്ട് എഴുന്നേറ്റ് വരും. ഞാൻ അന്ന് ദൈവസഭയിൽ പറഞ്ഞു, ഈ ഉപവാസ പ്രാർത്ഥന ദൈവത്തിന് എന്തോ ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവിന് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ അധൈര്യപ്പെടേണ്ട, പ്രാർത്ഥിക്കുക. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ സഭയുടെ ഈ കഴിഞ്ഞ 8 വർഷമാകുന്നു സഭ ആരംഭിച്ചിട്ട്. ഈ ചരിത്രത്തിൽ ആദ്യം എല്ലാ വർഷവും സ്നാനങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ഈ വർഷം സ്തോത്രം ഈ 21 days ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് ദൈവസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങളുടെ സഭയുടെ കോമ്പൗണ്ടിനകത്ത് ഒരു സ്നാനക്കുളം പണിയുവാൻ ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ. ആദ്യമായിട്ട്, ചരിത്രത്തിൽ ആദ്യമായി 10 പേർ അതിനകത്ത് ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിപ്പാനിടയായി. ഹല്ലേലൂയ. ഇതൊക്കെ പിശാച് മുൻപിൽ കണ്ടുകൊണ്ടായിരിക്കാം ചിലരെയൊക്കെ ഇളക്കി വിടുവാനിടയായത്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഒത്തിരി ആളുകൾ യേശുവിനെ 20ഓളം ആളുകൾ പുതുതായിട്ട് ആലയത്തിൽ കടന്നു വന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാനിടയായി. ഞാൻ പറയട്ടെ, ചില പോരാട്ടങ്ങളും വെല്ലുവിളികളും ഒക്കെ എഴുന്നേറ്റു വരുമ്പോൾ അതിനകത്ത് ദൈവത്തിന് വലിയ പ്രവർത്തികൾ നമ്മിലൂടെ ചെയ്യുവാനുണ്ട് ണ്ടെന്ന് ഇന്ന് രാത്രി നാം തിരിച്ചറിയണം. ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വിശ്വസ്തയോടെ നാം ചെയ്ത് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ദൈവം അതിശയകരമാകുന്ന, അത്ഭുതകരമാകുന്ന നിലകളിൽ കർത്താവ് നമ്മെ പ്രയോജനപ്പെടുത്തുവാനിടയാകും. ഹല്ലേലൂയ.
ഞാൻ ഒന്ന് രണ്ട് ചിന്തകൾ കൂടെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. സ്തോത്രം. 1860കളിൽ അമേരിക്കയിൽ ജനിച്ച ഒരു വ്യക്തിയാണ് സാമുവേൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായിട്ടാണ് ജനിച്ചത്. ആ മനുഷ്യന് ഹൃദയത്തിനകത്ത് ഒരു ഭയങ്കര ആത്മഭാരം, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. അങ്ങനെ ഈ മനുഷ്യൻ ആ ആഗ്രഹവുമായി ചെന്നെത്തിയത് സ്തോത്രം അന്നത്തെ സാൽവേഷൻ ആർമി ചർച്ചിന്റെ ഫൗണ്ടർ ആയിരിക്കുന്ന വില്യം ബൂത്തിന്റെ ഓഫീസിന്റെ മുൻപിൽ അദ്ദേഹം പോയി ഡോറിൽ മുട്ടുവാനിടയായി. വില്യം ബൂത്ത് ജനാലയിലൂടെ, ആ ഡോറിലൂടെ, ട്രാൻസ്പെറന്റ് ആയ ഡോറിലൂടെ നോക്കുമ്പോൾ പുറത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നു. കാണാൻ വലിയ പ്രാപ്തിയൊന്നുമില്ലാത്ത, യോഗ്യതയില്ലാത്ത ആ മനുഷ്യൻ. അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. വീണ്ടും രണ്ടാം പ്രാവശ്യം ഡോറിൽ മുട്ടുകയാണ്. മൂന്നാം പ്രാവശ്യം മുട്ടിയപ്പോൾ വില്യം ബൂത്ത് ഡോർ തുറന്ന് ആ മനുഷ്യനെ അകത്തേക്ക് കയറ്റുവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ അകത്ത് കയറി. സാമുവൽ ബ്രിങ്കിൾ പറഞ്ഞു, വില്യം ബൂത്ത് ചോദിച്ചു, എന്താണ് താങ്കളുടെ ആവശ്യം? സാമുവൽ ബ്രിങ്കിൾ പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. നിങ്ങളുടെ മിനിസ്ട്രിയോട് ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യം കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യണം എന്ന്, എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരണമെന്ന് ആ മനുഷ്യൻ പറയുവാനിടയായി. വില്യം ബൂത്തിന് ഈ മനുഷ്യനെ അങ്ങ് ബോധിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. കാണാൻ വലിയ യോഗ്യതയൊന്നും ഇല്ലാത്ത മനുഷ്യൻ, സാധാരണ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കുന്ന ആ മനുഷ്യനെ കണ്ടിട്ട് വില്യം ബൂത്ത് ഇങ്ങനെ പറഞ്ഞു, ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യണം. അതുകൊണ്ട് വില്യം ബൂത്ത് ഇങ്ങനെ പറഞ്ഞു, അവിടെ അവർ ഉപയോഗിക്കുന്ന ഷൂ ഒക്കെ പോളിഷ് ചെയ്യുന്ന ഒരു റൂമുണ്ട്, ഷൂ റാക്കുള്ള ഒരു റൂമുണ്ട്. നിനക്ക് അവിടെ അവിടെയുള്ള ഉദ്യോഗസ്ഥർ അവർ ഉപയോഗിക്കുന്ന ഷൂ പോളിഷ് ചെയ്യാം, ആ റൂമിനകത്ത് കിടന്നുറങ്ങാം, അവിടെ ഞങ്ങൾ ആഹാരം പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വളരെ സന്തോഷത്തോടെ ആ ജോലി സാമുവൽ ബ്രിങ്കിൾ ഏറ്റെടുത്തു. വില്യം ബൂത്ത് ചിന്തിച്ചത് ഒന്ന് രണ്ടാഴ്ചകൾ കഴിയുമ്പോൾ ഈ സാമുവൽ ബ്രിങ്കിൾ ഇവിടെ നിട്ടിട്ടങ്ങ് പോകുമെന്നാണ് വില്യം ബൂത്ത് ചിന്തിച്ചത്. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്താണ് ഒരാളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ആ ആൾ അവിടെ എന്ത് ചെയ്യത്തില്ല, തുടരത്തില്ല. പക്ഷേ സാമുവൽ ബ്രിങ്കിൾ ചെയ്തത്, അവൻ തന്നെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്യുവാനിടയായി. അവൻ ആഴ്ചകൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. സ്തോത്ര റൂമിനകത്ത് താൻ ഷൂ പോളിഷ് ചെയ്യുക മാത്രമല്ല, താൻ മുഴങ്കാലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. ഓരോ ദിവസവും ദൈവവചനം വായിക്കുവാനിടയായി. ഈ സാൽവേഷൻ ആർമിയുടെ ആ പശ്ചാത്തലം നമുക്കറിയാം. ഓരോ മാസം അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോൾ ആളുകൾക്ക് സ്ഥാനക്കയറ്റം നൽകും. പക്ഷെ നീണ്ട 16 വർഷങ്ങളായിട്ട് സാമുവൽ ബ്രിങ്കിളിന് ഒരു സ്ഥാനക്കയറ്റവും ലഭിച്ചില്ല. നീണ്ട 16 വർഷങ്ങൾ വിശ്വസ്തയോടെ അദ്ദേഹം ആ ഷൂ പോളിഷ് ചെയ്യുന്ന റൂമിൽ അദ്ദേഹം കഷ്ടപ്പെടുവാൻ തുടങ്ങി. അദ്ദേഹം തന്നെ ഏൽപ്പിച്ച ജോലി അദ്ദേഹം ചെയ്ത് ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുവാൻ തുടങ്ങി. നീണ്ട 16 വർഷങ്ങൾ ഒരു പദവി ലഭിക്കാതെ മനുഷ്യൻ മുന്നോട്ട് പോകുകയാണ്. ആ സമയത്ത് സാൽവേഷൻ ആർമിയുടെ ഒരു വലിയ മെഗാ കൺവെൻഷൻ നടക്കുകയാണ്. ഏകദേശം 50,000-ഓളം പേർ കൂടുന്ന വലിയ ക്രൂസൈഡ് നടക്കുകയാണ്. അവിടെ വില്യം ബൂത്ത് 7 ദിവസത്തെ മെസ്സേജിന് 7 ദൈവദാസന്മാരെ വിളിച്ചു. 7ാമത്തെ ദിവസം വരേണ്ട ദൈവദാസൻ 6ാമത്തെ ദിവസം തലേ ദിവസം ടെലഗ്രാം അടിച്ചു, എനിക്ക് വരുവാൻ കഴിയത്തില്ല, സോറി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് പകരം മറ്റൊരാളെ ആ മീറ്റിംഗിന് വേണ്ടി അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. വില്യം ബൂത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ചാപ്പലിലേക്ക് ഓടിപ്പോയി മുഴങ്കാലിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനാണ്. കർത്താവേ, ഈ ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ എന്ത് ചെയ്യണം, ആരെ ഇതിനു വേണ്ടി വിളിക്കണം ണമെന്നവർ അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വില്യം ബൂത്തിനോട് ഇടപെട്ടു. സാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന പേര് അദ്ദേഹത്തോട് ദൈവാത്മാവ് ഇടപെട്ടു. അദ്ദേഹം ചിന്തിച്ചു, അദ്ദേഹം ഷൂറാക്കിൽ ജോലി ചെയ്യുന്ന എന്റെ ഒരു ജോലിക്കാരനല്ലേ, അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമില്ല, വലിയ പഠിപ്പില്ല, പ്രസംഗിച്ചുള്ള പരിചയമില്ല, എനിക്ക് തോന്നിയതായിരിക്കാം. പിന്നെയും അദ്ദേഹം 2ാം പ്രാവശ്യവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. നീ സാമുവൽ ബ്രിങ്കിളിന്റെ അടുത്ത് പോയി പറയണം, അടുത്ത ദിവസത്തെ കൺവെൻഷൻ യോഗത്തിനകത്ത് താങ്കൾ പ്രസംഗിക്കണമെന്ന് പറയുവാൻ പറഞ്ഞു. വില്യം ബൂത്ത് ആ ദൈവശബ്ദം കേട്ട് എഴുന്നേറ്റ് ആ ഷൂറാക്കിനകത്ത് ഇരിക്കുന്ന സാമുവൽ ബ്രിങ്കിളിനകത്ത് ഇരിക്കുന്ന ആ റൂമിനകത്ത് കടന്നു ചെന്നിട്ട് സാമുവൽ ബ്രിങ്കിളിനോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു, അടുത്ത ദിവസം സുവിശേഷ യോഗത്തിന് കൺവെൻഷന് പ്രസംഗിപ്പാൻ സാമുവൽ ബ്രിങ്കിളിനോട്
പറയണമെന്ന് പറഞ്ഞു. സാമുവൽ ബ്രിങ്കിൾ പറഞ്ഞു, ഞാനത് ഏറ്റെടുക്കാം, ഞാനത് ചെയ്യാം എന്ന് സാമുവൽ ബ്രിങ്കിൾ പറയുവാനിടയായി. വില്യം ബൂത്ത് ചിന്തിച്ചു, സാമുവൽ ബ്രിങ്കിൾ പറ്റത്തില്ലെന്ന് പറയുമെന്ന് ചിന്തിച്ചു. പക്ഷേ സാമുവൽ ബ്രിങ്കിൾ പറഞ്ഞു, ഞാനത് ചെയ്യാം. വില്യം ബൂത്തിന് മനസ്സിലായി, ഇത് ദൈവത്തിന്റെ ഒരു ഇടപെടലാണ്, ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ട്. ഞാൻ പറയട്ടെ, നീണ്ട 16 വർഷങ്ങൾ ഒരു അവസരങ്ങളോ ഒരു സാധ്യതകളോ ലഭിക്കാതിരുന്ന ഈ മനുഷ്യൻ അവിടെയുള്ള മറ്റു ഉദ്യോഗസ്ഥരുടെ, മറ്റു ദൈവദാസന്മാരുടെ കോട്ടും സ്യൂട്ടൊക്കെ ധരിച്ച് 50,000-ഓളം വരുന്ന ജനസമൂഹം ഇരിക്കുന്ന ആ വേദിയിലേക്ക് അദ്ദേഹം കയറി ഇരിപ്പാനിടയായി. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് കഴിഞ്ഞു, മെസ്സേജിന് സമയം കൊടുത്തു. സാമുവേൽ ബ്രിങ്കിൾ മൈക്ക് കയ്യിലെടുത്ത് നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥന ആരംഭിച്ചു. കണ്ണ് അടച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പ്രാർത്ഥന ചില മിനിറ്റുകൾ നീണ്ടുപോകുവാനിടയായി. ചില സമയങ്ങൾ, ചില മിനിറ്റുകൾ ആ പ്രാർത്ഥന നീണ്ടുപോയി. അതിനകത്തൊരു ഭയങ്കര ആത്മസാന്നിധ്യം ചലിക്കുവാനിടയായി. അദ്ദേഹം പ്രാർത്ഥിച്ച് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഈ 50,000-ഓളം വരുന്ന ചെയറുകളിലും ഇരിക്കുന്ന ആളുകളെ കാണുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് മനസ്സിലാകാൻ കഴിയാതെ വേഗത്തിൽ പെട്ടെന്ന് അദ്ദേഹം ഒന്നുകൂടെ ശ്രദ്ധിച്ചൊന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഈ ചെയറിലിരുന്ന മുഴുവൻ ആളുകളും അവരെ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഉണ്ടായിട്ട് അവർ നിലത്തിരുന്നും നിലത്ത് മുട്ടുകുത്തിയും ചില നിലത്തിങ്ങനെ മുഴങ്കാലിൽ കിടന്നുമൊക്കെ ദൈവത്തോട് അനുതാപത്തോടെ നിലവിളിച്ച്, കർത്താവേ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അനുതാപത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ച, കണ്ണുനീരോടെ അവർ പ്രാർത്ഥിക്കുന്ന കാഴ്ച, ചിലർ ആത്മാവിൽ അഭിഷേകത്തിൽ അന്യഭാഷകൾ ആരാധിക്കുന്ന കാഴ്ച സാമുവേൽ ബ്രിങ്കിന്റെ കണ്ണിൽ കാണുവാനിടയായി. ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ വിളിച്ചു പറയാം, ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വം ഒരു ചെറുതായിരിക്കാം, ഒരുപക്ഷെ മനുഷ്യന്റെ കണ്ണിൽ നോക്കിയാൽ ഒരു ചെറിയ കാര്യമായിരിക്കാം. ദൈവം നിന്നെ ഏൽപ്പിച്ച കാര്യത്തിനകത്ത് വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച് മുൻപോട്ട് പോയാൽ ദൈവത്തിന്റെ പ്രവൃത്തി ഒരു ദിവസം നിന്നെ തേടി വരുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ നിയോഗത്തോടെ വിളിച്ചു പറയാം. ഞാൻ ഇങ്ങനെ പറയും, ചരിത്രം നോക്കിയാൽ വില്യം ബൂത്തിന് ശേഷം സാൽവേഷൻ ആർമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നയിപ്പാൻ ദൈവ കരങ്ങൾ എടുത്തുപയോഗിച്ച ശക്തനായ ഒരു ദൈവദാസനാണ് സാമുവേൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ചരിത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയല്ല, അദ്ദേഹത്തിന്റെ പശ്ചാത്തലമല്ല, അദ്ദേഹത്തിന്റെ ജ്ഞാനമല്ല, അദ്ദേഹത്തിന്റെ അറിവല്ല, അദ്ദേഹത്തിന്റെ മേൽ വ്യാപരിച്ചൊരു ദൈവകൃപയുണ്ടായിരുന്നു, ഒരു അഭിഷേകം ഉണ്ടായിരുന്നു, ഒരു ദൈവശക്തി ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി നിയോഗത്തോടെ വിളിച്ചു പറയാം, പ്രാർത്ഥിക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന് ഭയങ്കരമായ നിയോഗമുണ്ടെന്നേ. ഇതിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ നോക്കി ഞാൻ ആത്മാവിൽ ധൂതി കൈമാറാം. ദൈവത്തിന്റെ ദാസന്മാരെ, ഈ തലമുറയിൽ ശക്തമായി കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നത് പോലെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ വചനത്തെ ഉറപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ കർത്താവിന് ദൈവത്തിന്റെ അഭിഷിക്തന്മാരിലൂടെ പ്രാർത്ഥിക്കുന്നവരിലൂടെ ദൈവത്തിന് ചിലത് ചെയ്തെടുക്കാനുണ്ട്. ദൈവത്തിന് പകരക്കാരനായി നിന്ന്, യേശുവിന്റെ പകരക്കാരനായി നിന്ന് കർത്താവിന്റെ രാജ്യത്തെ പണിയുവാൻ ദൈവത്തിന് വലിയ പദ്ധതി ഇതിനകത്തുള്ള മുഴുവൻ ജനത്തെ കുറിച്ചുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, സാഹചര്യം ഒരുപക്ഷെ അനുവദിക്കാത്ത അനുഭവങ്ങളായിരിക്കും, സാധ്യതകൾ ഒന്നുമില്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവം തന്ന വെളിപ്പാടുകളും ദൈവശബ്ദങ്ങളും കർത്താവ് നിറവേറ്റുവാനിടയാകും. ഹല്ലേലൂയ. ഞാൻ നിയോഗത്തോടെ പറയാം, സ്തോത്രം. ദൈവം ചിലത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ചിലത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ചിലത് പ്രവർത്തിപ്പാനിടയാകും. ഒറ്റ ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. 1870 നോർത്ത് കരോലൈനയിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ബിഷപ്പ് മിൽട്ടൺ എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ആത്മനിർഭർ ശുശ്രൂഷിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ സ്തോത്രം, ആ സഭയില് സ്തോത്രം കൂടി വന്ന ജനത്തിൽ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ, പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചൻ, അദ്ദേഹം കണ്ട ഒരു വെളിപ്പാട് ദൈവദാസനോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാസനെ അഭിഷിക്തന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വെളിപ്പാട് കാണുകയാണ്. സ്തോത്രം, മനുഷ്യർ ആകാശത്ത് പക്ഷികൾ പറക്കുന്നത് പോലെ ഇങ്ങനെ പറക്കുന്നത് ഞാൻ ആ വെളിപ്പാടിൽ കാണുവാനിടയായി. ആ ബിഷപ്പ്
ബിഷപ്പ് ബ്രിട്ടൻ എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ, ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ആമേ സ്തോത്രം, അന്ന് വരെയുള്ള അദ്ദേഹത്തിന്റെ അറിവനുസരിച്ചിട്ട് ദൂതന്മാർക്ക് മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ, മനുഷ്യൻ അതിന് കഴിയത്തില്ല. ഒരുപക്ഷെ അങ്ങനെ വല്ല കാഴ്ചയായിരിക്കും. ഇങ്ങനെയുള്ള കാഴ്ചകൾ സ്തോത്രം പറയരുതെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, മനുഷ്യൻ ആകാശത്തെ കൂടി പക്ഷികൾ പറക്കുന്നത് പോലെ ഞാൻ കാണുന്നു എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. 1870 അദ്ദേഹം കണ്ട വെളിപ്പാട് അദ്ദേഹം പറയുവാനിടയായി. കാലഘട്ടങ്ങൾ കുറെ മുന്നോട്ട് പോയി. സ്തോത്രം, ദൂതന്മാർക്ക് മാത്രമേ അതിന് കഴിയത്തുള്ളൂ എന്ന ചിന്തയായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ചിന്ത. മനുഷ്യന് ആകാശവിധാനങ്ങൾ പറക്കുവാൻ കഴിയത്തില്ല എന്ന ചിന്തയായിരുന്നു. എന്നാൽ 1870 ഈ പ്രവചനം നടന്നെങ്കിൽ കൃത്യം 30 വർഷം കഴിഞ്ഞപ്പോൾ, ഞാൻ ഈ പറയുന്നത് വെറും ഒരു കഥയല്ല, ചരിത്ര സംഭവമാണ്. കൃത്യം 30 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മിൽട്ടൺ റൈറ്റിന്റെ 2 മക്കൾ ആകാശത്തുകൂടി വിമാനം പറപ്പിക്കാമെന്ന് കണ്ടുപിടിച്ചു. റൈറ്റ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ആ സഹോദരന്മാർ, അവരിലൂടെ ദൈവം ആ ദൂതിന്റെ നിവർത്തി, അല്ലെങ്കിൽ ആ ദൈവം പറഞ്ഞ വെളിപ്പാടിന്റെ നിവർത്തി അവിടെ നിവർത്തീകരിപ്പാനിടയായി. ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ വിളിച്ചു പറയാം, ദൈവം ചില കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ചിലത് നിറവേറ്റുവാനിടയാകും. ഇന്ന് രാത്രിയും ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറാകട്ടെ. ഈ രാത്രിയിൽ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ചില ദൈവ ശബ്ദങ്ങൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സക്കറിയാവേ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളോട് ആത്മാവ് ദൂതിങ്ങനെ കൈമാറുകയാണ്. ചില വിഷയങ്ങളെ നോക്കി നാളുകളിൽ, അടുത്ത മാസങ്ങളിൽ, അടുത്ത വർഷങ്ങളിൽ എന്തായി തീരുമെന്ന് ഭയത്തോടും സ്തോത്രം പ്രതിസന്ധിയോടും കൂടെ ആയിരിക്കുന്ന താങ്കളെ നോക്കി ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഈ 2026 10-ാം മാസം കഴിയുന്നതിന് മുൻപ് ചില ദൈവ പ്രവർത്തികളുടെ വിടുതൽ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. ശബരബല ഹദരമന വൈഡൽ പൗഡരബലക രഹസ്യ വൈശൽ പൗഡറബാല ഹസ്തൽ ഘടക രമനഘടക രഹസ്യ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ ദൈവത്തിന് ദാവീദിൽ പ്രസാദം തോന്നിയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് ഇതിനകത്ത് ദൂത് കൈമാറുകയാണ്. ശബരബല ചിലരെ ചില പ്രത്യേക നിയോഗത്തിന് വേണ്ടി, ചില പ്രത്യേക കൃപയോടുകൂടെ പരിശുദ്ധാത്മാവ് 2026 പുതിയ ശക്തി പകർന്ന്, പുതിയ അഭിഷേകം പകർന്ന് ദൈവാത്മാവ് പ്രത്യേകമായി വേർതിരിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് കൈമാറുകയാണ്. ശബരബല ഹദരമന വൈഡൽ പൗഡരബലക രഹസ്യ വൈശൽ പൗഡറബാല ഹസ്തൽ ഘടക രമനഘടക രഹസ്യ. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ അത് പിന്നെയും പൊട്ടിക്കിളർക്കും. അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും, അതിന്റെ വേര് നിലത്ത് പഴകിപ്പോയാലും, വചനം പറയുന്നു വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ ആ കുറ്റി പൊട്ടിക്കിളിർക്കുന്നത് പോലെ ഈ 2026 കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മറുപടിയുടെ പൂർത്തീകരണത്തിലേക്ക് അടക റബൽ ഘടക രമനഘടക ശന്തൽ ചിലത് മുള പൊട്ടി പുറത്തു വരുന്നത് പോലെ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി പുറത്തു കൊണ്ടുവരുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി ദൂത് കൈമാറുകയാണ്. കർത്താവിന്റെ അഭിഷിക്തൻ സ്തോത്ര കർത്തദാസൻ ബിനുപാസനോട് ദൈവാത്മാവ് ഇങ്ങനെ ദൂത് കൈമാറുകയാണ്. ഈ മിനിസ്ട്രിയെ ദൈവാത്മാവ് ഫ്ലറിഷ് ചെയ്യും. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇങ്ങനെ ഒരു ആലോചന കൈമാറുകയാണ്. സ്തോത്ര ചില മേഖലകളിലേക്ക്, ചില വ്യക്തികളുമായി ചില കണക്ഷനുകൾ, പ്രാർത്ഥന കൂട്ടായ്മകൾ, ഇതിനകത്ത് ചില പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ചില ഡെലിവറൻസുകൾ സംഭവിച്ചിട്ട് അസാധാരണമാകുന്ന ചില ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടിട്ട് സ്തോത്ര അത് ചില സാക്ഷ്യമായി തീരത്തക്ക നിലകളിൽ പ്രാർത്ഥനകൾക്ക് വേണ്ടി സ്തോത്രം ഒരുമിച്ച് കൂടി സ്തോത്രം ചില അടുത്ത ഒരു തലത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കരം പിടിച്ച് നടത്തുമെന്ന്
ഇന്ന് രാത്രി ആത്മാവ് ദൂത് കൈമാറുകയാണ്. ചിലരെ ചേർത്ത് പിടിക്കുവാൻ ദൈവം നൽകിയ ചില നിയോഗങ്ങളെ ഏറ്റെടുത്ത് ചിലരെ ചേർത്ത് നിർത്തി ചേർത്ത് പിടിച്ച് ആമേ കർത്താവിന്റെ പദ്ധതിക്ക് വേണ്ടി ആമേ സ്തോത്രം നിയോഗത്തിന് വേണ്ടി വഴിതിരിക്കുന്നത് പോലെ ആമേ ജോലിയോടൊപ്പം തന്നെ ആമേ കർത്താവിന്റെ വേലയിലേക്ക് ചിലരെ ഡൈവേർട്ട് ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവ് പ്ലാറ്റ്ഫോമിനെ അങ്ങനെ ഉപയോഗിക്കും. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ശക്തമായ നിലയിൽ ഒരു ഉണർവ് പരിശുദ്ധാത്മാവ് അതേ പദം എന്നോട് ആവർത്തിച്ച് പറയുന്നു. 2026 ഭയങ്കര ഉണർവിന്റെ നാളുകളായി ഇതിനകത്ത് വലിയ ചലനങ്ങളെ പരിശുദ്ധാത്മാവ് നയിക്കുവാനിടയാകും. ചില പ്രത്യേക മീറ്റിങ്ങുകൾ സ്തോത്രം ചില പ്രത്യേക മീറ്റിങ്ങുകൾ ക്രമീകരിച്ച് നടത്തത്തക്ക നിലവാരത്തിലുള്ള ചില ദൈവപ്രവർത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ ഇന്ന് രാത്രി ഞങ്ങളുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി ഇവരിലൂടെ സംഭവിക്കട്ടെ. കേട്ട ദൈവശബ്ദങ്ങൾ നിറവേറി വരുവാൻ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം വൈകിയാലും അത് വരും നിശ്ചയം. നീ അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം എന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ചില ദൈവപ്രവർത്തികൾ കാണുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങളെ ദൈവം ചെയ്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രി ഇങ്ങനെ ഒരു അവസരം വേർതിരിച്ച പ്രിയ ദൈവത്തിന്റെ അഭിഷിക്തന്മാരോട് എല്ലാവരോടും ആമേൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിലൂടെ നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.